അരിഞ്ഞതും പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആദ്യം വേവിക്കുക. ഏത്തയ്ക്ക അടുപ്പിൽ വെച്ച് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുക. തൈര് മിക്സിക്കകത്തിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. തൈര് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ചൂടായതിന് ശേഷം വാങ്ങി വെക്കുക. ഞാൻ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് ചൂടായതിന് ശേഷം വാങ്ങി വെക്കുക. ഞാൻ ഇത് വെളിച്ചെണ്ണ ഒഴിക്കുന്ന മാത്രമേ കാണിക്കാവേ. വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് വറക്കണം നമുക്കതിന്. കടുകിടുക. ചെറിയ ഉള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് വറുക്കുക. കടുക് വറുത്ത് മൂത്തതിന് ശേഷം ഒരു ചുമപ്പ് കളർ വന്നാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്ത് കറിയിലേക്ക് കടുക് വറുത്ത് ഒഴിച്ചു. നമ്മുടെ ഏത്തയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ റെസിപ്പി നമ്മുടെ.